സാധാരണയായി കടുവകളുടെ കണക്കെടുപ്പിനെ അവലംബിക്കുന്ന രീതി. ഉത്തരം പെഗ്മാർക്ക്. സമുദ്രജലത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ലവണം ഏതാണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. മേഘാലയയുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം മേഘപ്പുലി. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം അകക്കാമ്പ്. കേരളത്തിലെ കാലാവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന ഗ്രീക്ക് സഞ്ചാരി രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ജപ്പാൻകാരിയായ ജുങ്കോ തബായ് 1975 മെയ് 16. മോണ്ട് ബ്ലാങ്ക് കീഴടക്കിയത് ആരൊക്കെയാണ്? ഉത്തരം ജാക്വസ് ബെൽമാറ്റും മൈക്കൽ പക്കാർഡും. ഓക്സിജൻ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നാർ. കാശ്മീരിലെ നംഗ പർവ്വതം ആദ്യമായി കീഴടക്കിയത് ആരാണ്? ഉത്തരം ഹെർമൻ ബുൾ. എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ അന്ധനായ വ്യക്തി ആരാണ്? ഉത്തരം എറിക് വെയിൻ മോയ്. ഇന്ത്യയിൽ മിരിസ്റ്റിക് കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൺ ട്രീ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലയിലെ ആരഡ് എന്ന സ്ഥലത്ത്. മഞ്ഞുപുലിയെ ഔദ്യോഗിക മൃഗമാക്കിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് എഴുതിയ പ്രാചീന സഞ്ചാരികൾ ആരെല്ലാമാണ്? ഉത്തരം ഇബ്നു ഖുർദാത്ത് ബൈ മഹ്വാൻ, മാർക്കോ പോളോ, ബാർബോസ, നൂഹോഫ്, ഹാമിൽട്ടൺ, ബെർത്തലോമിയ ഡയസ് ബുക്കാനൻ. ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ഉത്തരം കെമു. അന്നപൂർണ കൊടുമുടി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1980 മോറിസ് ഹോർസോഗിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പർവ്വതാരോഹകൻ. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം റീൻഹോൾഡ് മസ്നാർ. അന്റാർട്ടിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം വിൻസൺ മാസീവ്. ഭൂമിയുടെ ഭൂമധ്യരേഖാ വ്യാസം എത്രയാണ്? ഉത്തരം 12,756.32 കിലോമീറ്റർ. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഭൂമി. ഭിത്താർകനിക ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷ. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ഉത്തരം ആർട്ടിക് സമുദ്രം. ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ഹൈഗ്രോമീറ്റർ. മനുഷ്യൻ കേറ്റു കീഴടക്കിയത് എന്നാണ്? ഉത്തരം 1954. ഷിംബോറോസോ, കോജോപാക്സെ, തുംഗറാഹുവോ എന്നീ അഗ്നിപർവ്വതങ്ങൾ ഏത് പർവ്വതനിരകളിലാണ് കാണപ്പെടുന്നത്? ഉത്തരം ആൻഡീസ് പർവ്വതനിരകളിൽ. ഏറ്റവും വേഗത്തിൽ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? ഉത്തരം കാജി ഷെർപ്പ. എവറസ്റ്റിന് സർവേ വകുപ്പ് ആദ്യം നൽകിയിരുന്ന പേര്? ഉത്തരം പീക്ക് 15. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം? ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ്. ജീവന്റെ തുടക്കം ഏതിലാണെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം ജലത്തിൽ നിന്ന്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സസ്തനി ഏതാണ്? ഉത്തരം ഇന്ത്യൻ പിഗ്മി ബാറ്റ്. ലോകത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. മഴമേഘങ്ങൾ കാണപ്പെടുന്ന ഏകദേശം ഉയരം എത്രയാണ്? ഉത്തരം 1200 മീറ്റർ. ആൽപ്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പുൽമേടുകൾ. കമ്മ്യൂണിസം എന്ന പർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാമീർ പർവ്വതനിരകളിൽ. എവിടെയാണ് അപ്പലേച്ചിയൻ പർവ്വതനിര? ഉത്തരം വടക്കേ അമേരിക്കയിൽ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിൽ.
കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ 70% ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഇടവപ്പാതയിൽ നിന്ന്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഉത്തരം ആൽപ്സ്. ദേനാലി കീഴടക്കിയത് ആരാണ്? ഉത്തരം 1913 ഹഡ്സ്റ്റൺ സ്റ്റക്കും കൂട്ടരും. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം. ഉത്തരം കിളിമഞ്ചാരോ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ഉത്തരം വിന്ധ്യ പർവ്വതം. 1973 സ്ഥാപിതമായ ബ്രിട്ടീഷ് ഗ്രീൻ പാർട്ടിയുടെ യഥാർത്ഥ പേര്? ഉത്തരം ദി ഇക്കോളജി പാർട്ടി. പ്രകൃതിയുടെ സ്വന്തം ദാർശനികർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ ജീവശാസ്ത്രജ്ഞനും പ്രകൃതി സ്നേഹിയും ആരാണ്? ഉത്തരം ജോൺ മ്യൂർ. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഉത്തരം ഏഞ്ചൽ വെള്ളച്ചാട്ടം. മഴ പെയ്യിക്കാനായി എല്ലാ വർഷവും സംഗീതയജ്ഞം നടത്തുന്നത് ഏതു നഗരത്തിലാണ്? ഉത്തരം ചെന്നൈ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഉത്തരം മക്ലിൻ. ദേനാലി എന്നറിയപ്പെടുന്നതും മക്ലിനാണ്. ദേനാലി എന്നാൽ സൂര്യന്റെ വീട്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഇസാറു കൊടുമുടിയിൽ കയറി നിന്നാൽ. ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം യൂറാൽ. കൃത്രിമ രാസവളങ്ങളിലെ മലിനീകാരിയായ ഘടകം ഏതാണ്? ഉത്തരം നൈട്രേറ്റുകൾ. എന്താണ് NTCA? ഉത്തരം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. മഴയുണ്ടാക്കാൻ സിൽവർ അയഡൈഡ് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് ആരാണ്? അമേരിക്കക്കാരനായ ബെർണാഡ് വെനോഗാഡ്. കേറ്റു കീഴടക്കുന്ന ആദ്യ വനിത. ഉത്തരം ഫ്രാൻസിൽ നിന്നുള്ള ലില്ലിയൻ ബാരാൾഡ്. ഷിംബോറോസോ കീഴടക്കിയത് ആരാണ്? ഉത്തരം 1880 യൂറോപ്പുകാരനായ ജീൻ കാരലും സഹോദരൻ ലൂയി കാരലും. ഗ്രീക്ക് ദേവനായ അറ്റ്ലസിന്റെ പേരിലുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം അറ്റ്ലസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതമായി അറിയപ്പെടുന്നത് ഏത് പർവ്വതമാണ്? ഉത്തരം രാജസ്ഥാനിലെ ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിലന്തി ഏതാണ്? ഉത്തരം ഉണ്ടക്കണ്ണൻ നീലമണ്ണാച്ചൻ ചിലന്തി. ഭൂമിയിൽ ഏകദേശം എത്ര വെള്ളമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്? ഉത്തരം 1400 ദശലക്ഷം ക്യൂബിക് കിലോമീറ്റർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരം അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനം കൊണ്ട്. വലിപ്പത്തിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം കാഞ്ചൻജംഗ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ഉത്തരം ആനമുടി. ഭൂമിയിലെ ശുദ്ധജലത്തിൽ ഏറിയ പങ്കും കണക്കാക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ധ്രുവപ്രദേശങ്ങളിൽ. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ആമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയ ഉദ്യാനം. ഉത്തരം ഭിതാർകനിക. ന്യൂനമർദ്ദത്തിന് കാരണം എന്താണ്? ഉത്തരം ചൂടുവായുവും തണുത്തുവായുവും തമ്മിലുള്ള മർദ്ദവ്യത്യാസം. ഇങ്ങനെയുണ്ടാകുന്ന മഴ ന്യൂനമർദ്ദ മഴ എന്ന് അറിയപ്പെടുന്നു. എവറസ്റ്റിന് ആ പേര് നൽകിയത് ആരുടെ ഓർമ്മയ്ക്കായാണ്? ഉത്തരം ബ്രിട്ടീഷ് സർവേ വിദഗ്ധനും ഗണിതശാസ്ത്രജ്ഞനുമായ ജോർജ് എവറസ്റ്റിന്റെ ഓർമ്മയ്ക്ക്. എവിടെയാണ് ചെമ്പ് പർവ്വതം? ഉത്തരം അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ഉത്തരം ആൻഡീസ്. ഭൂമിയുടെ ധ്രുവവ്യാസം എത്രയാണ്? ഉത്തരം 12713.54 കിലോമീറ്റർ. സമുദ്രത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഡിസ്റ്റിലേഷൻ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഉത്തരം ഇന്ത്യ. മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്?
ഉത്തരം ഭൂമിയിലെ വെള്ളം സൂര്യന്റെ ചൂട് കൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈ നീരാവി മേഘമായി വായുവിലൂടെ പറന്നു നടക്കുന്നു. ഇതിനിടെ മേഘം തണുക്കാനിടയായാൽ അത് മഴയായി താഴേക്ക് പോകുന്നു. ഇന്ത്യക്കാർ ഗൗരി ശങ്കരം എന്ന് വിളിക്കുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എവറസ്റ്റ്. ആൽപ്സിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? ഉത്തരം മോണ്ട് ബ്ലാങ്ക്. എവറസ്റ്റ് ഒറ്റയ്ക്ക് കീഴടക്കിയ ആദ്യ വനിത? ഉത്തരം ആലിസൺ ഹാർഗ്രീവ്സ്.